ഈ വീഡിയോ കാണുന്നവർ കരുതും ഇതിൽ സ്പെഷ്യലായി ഒന്നും തന്നെ ഇല്ലല്ലോ എന്ന്. പക്ഷേ എൻ്റെ വ്യൂ പോയിന്റിൽ എനിക്ക് വളരെ സ്പെഷ്യൽ വീഡിയോയാണിത്. പ്രവാസ ജീവിതം തുടങ്ങിയതിന് ശേഷം ഇങ്ങനെയുള്ള യാത്രകളും നമുക്ക് ഏറ്റവും അടുത്തവരോടൊപ്പം ചെലവഴിച്ച ചെറിയ സമയങ്ങളും ഒടുവിൽ ഓർമ്മകളായി മാത്രമേ ബാക്കി നിൽക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കാൻ തോന്നില്ല. ഓരോ നിമിഷവും ഓരോ ചിരിയും ഓരോ തമാശകളും എല്ലാം കഴിഞ്ഞാൽ ഓർമ്മകളായി മാത്രം പോകും. യാത്രയിലുണ്ടായിരുന്ന ചെറിയ സംഭവങ്ങളും പ്ലാൻ ചെയ്തതല്ലാത്ത നിമിഷങ്ങളും അതിന് തന്നെ ഒരു പ്രത്യേക മധുരമുണ്ട്. ചിലപ്പോൾ ജീവിതം മുഴുവൻ മറക്കാൻ പറ്റാത്തൊരു ഓർമ്മകളായി അത് മാറും. ആരും തന്നെ ഈ വീഡിയോ കാണാതിരുന്നാലും ഞാൻ തന്നെ ഇടയ്ക്കെടുത്ത് നോക്കും. ഈ യാത്രയും നിമിഷങ്ങളും ഇനി ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഈ പോകുന്ന വയസ്സായ മനുഷ്യനാണ് അമ്മച്ചി കൊട്ടാരം ഫുൾ ഹോം ടൂർ നമ്മളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയത്. ഇത് പുള്ളി കിടന്നിറങ്ങുന്നു. അമ്മ മാറാണി തൊഴിൽ ടൈം പാസ്. അത് കറണ്ടില്ല, ടി വി ഇല്ല. എടുത്തു നോക്കാം. കൂട്ടത്തിൽ ഞങ്ങളുടെ ഫുൾ ടൂർ ഗൈഡായ ആദിൽ മുഹമ്മദാണ് പറഞ്ഞത് പോകുന്ന വഴി അമ്മച്ചി കൊട്ടാരത്തിൽ കയറാമെന്നും അവിടെ മോഹൻലാൽ വന്നിട്ടുള്ളതുമാണെന്ന്. ലൂസിഫർ സിനിമയിൽ മോഹൻലാലിന്റെ ട്രാൻസ്ഫോർമേഷൻ സീൻ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തതെന്നാണ് ഇവൻ പറഞ്ഞത്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഈ വയസ്സായ കിഴവനും കുറെ പൊളിഞ്ഞ കെട്ടിടങ്ങളും അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല എന്ന്. അത് സ്റ്റോർ റൂം, ഇത് രണ്ട് സ്റ്റോർ റൂം, അത് കിച്ചൺ. ഇത് ബാംഗ്ലൂർ കണ്ടേന് അറിയാതെ വരുന്നത് അമ്മച്ചി കൊട്ടാരത്തിലെ എല്ലാ പൊളിഞ്ഞ കെട്ടിടങ്ങളും കറക്കി കാണിച്ചു തന്നിട്ട് ഞങ്ങൾ പോകുവാണെന്ന് പറഞ്ഞ് ടാറ്റാ ബൈ ബൈ പറഞ്ഞപ്പോൾ ആ വയസ്സായ കിളവൻ ഞങ്ങളോട് പറയുകയാണ് അയാൾക്ക് ക്യാഷ് വേണമെന്ന് ഇത് മൊത്തം കറക്കി കാണിച്ചതിന്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, ഇവിടെ ഗൂഗിൾ പേ എടുക്കും, എൻ്റെ കയ്യിൽ ഫോണുണ്ട്, അങ്ങനെ ഇട്ട് തന്നാൽ മതിയെന്ന്. അപ്പോഴാണ് ടെക്നോളജി ഇത്രയും വളർന്നുവെന്നും അപ്പൂപ്പന്മാരൊക്കെ അപ്ഡേറ്റഡ് ആയെന്നും ഞങ്ങൾക്ക് മനസ്സിലായത്. അവിടെ നിന്നിറങ്ങി ഞങ്ങളുടെ ടൂർ ഗൈഡ് സജസ്റ്റ് ചെയ്തതുപോലെ നേരെ പരുന്തുംപാറയിലേക്ക് വിട്ടു. ഞങ്ങൾ രാവിലെ പൊതിഞ്ഞുകൊണ്ട് വന്ന പൊതിച്ചോറ് പരുന്തുംപാറയിൽ ഇരുന്ന് കഴിച്ചിട്ടാണ് ബാക്കി യാത്ര തുടർന്നത്. ടൂർ ഗൈഡ് പറഞ്ഞതുപോലെ ആദ്യത്തെ പ്ലാൻ എന്ന് പാളെങ്കിലും പിന്നെ കൊണ്ടുപോയ പരുന്തുംപാറ അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലെ വണ്ടിപ്രാന്തൻ മുഹമ്മദ് അൽത്താഫ്, അല്ലു എന്നാണ് അവനെ തന്നെ വിളിക്കുന്നത്. രണ്ടാമത്തെ ദിവസത്തെ മെയിൻ പരിപാടി ഇവൻ കാണുന്ന വണ്ടികളുടെ നമ്പറെല്ലാം വായിച്ചിട്ട് അത് ഏത് സ്ഥലത്തേക്കാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ ദിവസം ഇവന്റെ വായ നടച്ചു വയ്ക്കാൻ ഞങ്ങൾ പെട്ട പാട് വളരെ വലുതാണ്.
അപ്പൊ നമ്മൾ പോകുന്ന എൻഡ് ഉണ്ടല്ലോ, ആ എൻഡിൽ നിന്ന് തൊട്ടപ്പുറത്ത് മൂന്നാറ്. ആ അങ്ങോട്ട് പോകാൻ പറ്റില്ല, കുറച്ച് വഴി അത്. ഇല്ല, സമൂഹത്തിന്റെ ഒരു പോക്കേ. ഇപ്പൊ ഇറക്കും നമ്മുടെ വണ്ടിയിൽ നിന്ന് ചോര വരിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ദിവസം പൂജ്യരാജനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഗൈഡ് എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിക്കെല്ലാം കാണുന്നിടത്തെല്ലാം ഇറങ്ങി നിന്നു. വണ്ടി നിർത്തിയിട്ട് ഇപ്പൊ പാർട്ടി അത് കഴിഞ്ഞ് ഒരു വ്യൂ പോയിന്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഞങ്ങളെ ഏതോ മലയുടെ മണ്ടയിൽ കൊണ്ടുപോയി. അവിടെ ഒരു അമ്മച്ചിരിപ്പുണ്ടായിരുന്നു. അവിടെ കീറി പോകുന്നതിന് തന്നെ പൈസ കൊടുക്കണത്രേ. പിന്നെ അവരുമായിട്ട് വഴക്കിട്ടു, ബാർഗെയിൻ ചെയ്തു. കുറെ പൈസ കുറച്ചിട്ടാണ് ഞങ്ങൾ ഇതിന്റെ മണ്ടയിൽ വന്നത്. വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കാര്യം. എന്തായാലും കാശ് കൊടുത്ത് കയറി വന്നേലേ, കുറച്ചേരം അവിടെ നിന്ന് കാറ്റും കൊണ്ട് മലയും കണ്ട് കുറച്ചേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. കൊടൈക്കനാൽ വന്നിട്ട് കോട കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ. എന്തായാലും കാശ് കൊടുത്തല്ലേ എന്ന് വിചാരിച്ച് അവിടെ വിഷമിച്ച് നിൽക്കുകയാണ്. നമ്മൾ കൊല്ലം തയ്യാറല്ലേ? വീഡിയോ എടുത്തിട്ട് നമ്മളെ പോലീസ് പിടിക്കും. അതിൽ ചേർത്തിട്ട് ഒറ്റ വീഡിയോ ആക്കണം. ലാസ്റ്റ് വീഡിയോ ആകത്തില്ലേ? ഞങ്ങൾ വരുന്നതിന് 2 ദിവസം മുന്നേ കൊടൈക്കനാലിൽ കോട നിറഞ്ഞൊരു ട്രെൻഡിങ് വീഡിയോസൊക്കെ ഒരുപാട് വരുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ചാടിത്തുള്ളി കൊടൈക്കനാൽ പോവാമെന്ന് വിചാരിച്ചത്. എന്തായാലും വന്നത് നല്ല കൊട്ട വെയിലത്താണ്. പാപി ചെല്ലുന്നിടം പാതാളം എന്നാണല്ലോ. പാപിയല്ല, പാപികൾ. നല്ല കൊട്ട വെയിലാണെങ്കിലും ഇവിടെ വന്ന് മറിയുന്ന ആൾക്കാർക്ക് ഒരു കുറവില്ല. इतना सामान आएगा लेस मैडम
സൂയിസൈഡ് പോയിന്റ് ബോർഡും വെച്ചിട്ട് ഇവിടെ സൂയിസൈഡ് ചെയ്യാൻ വരുന്നവനൊക്കെ ചമ്മിപ്പോവും. ഫുൾ ഗ്രില്ലിട്ടേക്കാണ്. ആ മലയുടെ ഇപ്പുറത്തെ വേറൊരു മല. ഇവിടെ ഇത് മൊത്തം കാണാൻ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആള് അൻസൽ, അവനാണെ കക്കൂസി പോകാൻ മുട്ടിയിട്ട് വണ്ടിയിൽ ഇരിക്കാൻ വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ തപ്പി വന്ന് കിട്ടിയ ഒരു ടോയ്ലറ്റാണ് ഇവിടെ അടുത്തുള്ളത്. എൻ്റെ കൂടെ ചാടാൻ ആരൊക്കെ ഉണ്ട്? അണ്ണം വരുമോ? വരുമോ? വാ. ഇതറാ കൊടൈക്കനാൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ജനത്തിരക്ക് കണ്ടത് ഗുണ കേവിലാണ്. ഒരുപക്ഷെ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ ഇറങ്ങിയതിന് ശേഷമായിരിക്കും ഇവിടെ ഇത്രയും ആൾക്കാർ കൂട്ടം കൂടി വരാൻ തുടങ്ങിയത്. കുറെ മന്ദന്മാർ ഇവിടെ വന്ന് സുഭാഷേ നല്ലറി വിളിക്കുന്നുണ്ട്. എന്താ കാണിക്കുന്നത്? അവരെന്തിടാ? എനിക്കറിയത്തില്ല. അങ്ങനെ ഗുണാക്കയിൽ നിന്ന് ഇറങ്ങി പൈൻ ഫോറസ്റ്റിലും പോയി അവിടുന്ന് പോയി കഴിച്ച് അവിടുന്ന് നേരെ തിരിച്ചു നാട്ടിലേക്ക്. അപ്പം എല്ലാവർക്കും ബൈ ബൈ.